GCC രാഷ്ട്രങ്ങളിലേക്കൊക്കെയും ഇറാന്റെ ആക്രമണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. അതിൽ ഖത്തറിന്റെ മറുപടി അല്പസമയത്തിനകം മുൻപ് തന്നെ വന്നു കഴിഞ്ഞു. തിരിച്ചടിക്ക് മടിക്കില്ല എന്നുള്ളതാണ് ഖത്തർ പറയുന്നത്. UAE രാഷ്ട്രങ്ങൾ സംയുക്തമായ ഒരു ആക്രമണത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും ചേരുകയാണ്. ജലീൽ, ഈ US-ന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്, അല്ലാതെ GCC രാഷ്ട്രങ്ങളിലേക്കല്ല എന്നതായിരുന്നു ഇറാൻ ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷേ ഇറാന്റെ ആ പ്രതികരണം ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ തള്ളുന്നതും നമ്മൾ കാണുകയാണ്. അവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കടക്കം ആക്രമണം നടത്തുന്നു. അത് ഇറാന്റെ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്ന വിലയിരുത്തലിലേക്ക് GCC രാഷ്ട്രങ്ങൾ കടക്കുന്നതിന്റെ സൂചനയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം സൗദി അടക്കമുള്ള മേഖലകളിലേക്ക് നീണ്ട ഇറാന്റെ ആക്രമണം അതിനെ ശരിവെക്കുന്നതുമാണ്. അസിത, റിയാദിലെ US എംബസിക്ക് നേരെ ഇന്നുണ്ടായ ഇറാൻ ആക്രമണത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ പ്രസ്താവന അല്പം മുമ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ധീരത്വവും ന്യായീകരിക്കാനാകാത്തതുമായ ഇത്തരം ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മര്യാദകളുടെയും ലംഘനമാണ് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. സായുധ പോരാട്ട സമയത്ത് പോലും നയതന്ത്ര കാര്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും സംരക്ഷണം നൽകുന്ന 1949 ജനീവ കരാറിന്റെയും 1961 വിയന്ന കൺവെൻഷന്റെയും ലംഘനമാണ് ഇത് എന്ന് സൗദി ചൂണ്ടിക്കാട്ടുന്നു. ഇറാനെ ആക്രമിക്കാൻ സൗദി അറേബ്യയുടെ ആകാശമോ മണ്ണോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ നടത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾ മേഖലയെ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും പൗരന്മാരുടെയും താമസക്കാരുടെയും സംരക്ഷണവും സൗദി ഉറപ്പാക്കും. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉൾപ്പെടെയുള്ള ഏത് നടപടിയും സ്വീകരിക്കാൻ സൗദി അറേബ്യക്ക് പൂർണ്ണമായ അവകാശം ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, സൗദിയിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇന്ന് ഇറാൻ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ്. അമേരിക്കൻ എംബസിയിൽ ഭാഗികമായി തീപിടുത്തം ഉണ്ടാവുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എംബസി താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇന്ന് റിയാദിനടുത്ത അൽഖർജിലും ആക്രമണം ഉണ്ടാകുന്നത്. 8 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ആക്രമണം ഉണ്ടായത്. ഈ 8 ഡ്രോണുകളും സൗദി പ്രതിരോധ സേന തകർത്തു. ഇന്നലെയാണ് അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞ ഇറാൻ എണ്ണ ശുദ്ധീകരണശാല ഉൾപ്പെടെയുള്ള സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ജനവാസ കേന്ദ്രങ്ങളെയും സിവിലിയന്മാരെയും ഒക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് സൗദിയുടെ ആരോപണം. ഇതിനെ വളരെ ശക്തമായി നേരിടും എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം ഇതിന് ഉടൻ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരവധി വിദേശ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സൗദിക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയും ഉണ്ട്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമുണ്ട്. അതേസമയം സൗദിയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് വീണ്ടും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രത വേണം, സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. എംബസിയും കോൺസുലേറ്റും VFS കേന്ദ്രങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും എംബസിയെയും കോൺസുലേറ്റിനെയും ബന്ധപ്പെടാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കിയിട്ടുണ്ട് തുടങ്ങിയവയാണ് ഈ അറിയിപ്പിൽ ഉള്ളത്. ഇന്ത്യയിലേക്ക് യാത്ര മുടങ്ങിയവർക്ക് പ്രത്യേക വിമാന സർവീസുകളുമായി ഇൻഡിഗോ, ആകാശ എയർ എന്നിവ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നും നാളെയും ജിദ്ദയിൽ നിന്നാണ് ഈ സർവീസുകൾ നടത്തുന്നത്. മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലേക്ക് മാത്രമാണ് സർവീസുകൾ ഉള്ളത്. സൗദി എയർലൈൻസ്, നാസ് എയർ ഫ്ലൈനാസ് തുടങ്ങിയ സൗദിയിലെ വിമാന കമ്പനികൾ മുടക്കമില്ലാതെ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. അതേസമയം ഉംറ തീർത്ഥാടകർ പലരും സൗദിയിലെത്തി ഉംറ നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട തീർത്ഥാടകർ പലരും യാത്ര ചെയ്യാനാകാതെ കുടുങ്ങിയിട്ടുണ്ട്. സൗദിയിലെത്തിയ നിരവധി തീർത്ഥാടകർക്ക് നാട്ടിലേക്ക് മടങ്ങാനോ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് പുറപ്പെടാനോ പല തീർത്ഥാടകരും പുറപ്പെടാനോ സാധിച്ചിട്ടില്ല. റമദാൻ ഉംറ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വിദേശ തീർത്ഥാടകരുടെ വരവിനെയും ബാധിച്ചിരിക്കുകയാണ്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.